ഒരുപക്ഷേ നമ്മുടെ ഈ ക്യാമ്പിലെ ഏറ്റവും ഒരു പ്രാക്ടിക്കലായുള്ള ഒരു ടൂൾ എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ വരാൻ പോകുന്നത്. ഡിജിറ്റൽ യുഗം, സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതാണ് നമ്മളിനി പഴയ കാലത്ത് പോലെ 100 പുസ്തകങ്ങൾ പരതിയിരുന്ന് എടുക്കാൻ പറ്റില്ല. AI ടൂൾസിനെ സമഗ്രമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കള്ളത്തരങ്ങളെ നമുക്ക് പൊളിച്ചടുക്കാൻ കഴിയണം. ആ ഒരു ധാരണയോടുകൂടി വേണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനെന്ന് ആണ് എൻ്റെ അഭ്യർത്ഥന. അജേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജേഷ് കുമാർ. ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട് ചെറിയ രീതിയിൽ. ആദ്യമായിട്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച കേരള യുവജന സംഘത്തിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലിരിക്കുന്ന ചന്ദ്രബാബു സാറ്, സൈബർ സെല്ലിലെ സാറ് സച്ചിൻ സാറ്, ശബരീഷ് സാറ്, എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്നു. ഡിജിറ്റൽ യുഗം, സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതിനകത്ത് എൻ്റെ കൂടെ പറയാൻ അഭിലാഷ് ചേട്ടൻ ആവശ്യപ്പെട്ടത് നമ്മുടെ സംഘടനയ്ക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടുത്താം എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ കൂടെ പറയാൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊക്കെ എന്താണെന്നൊരു ആമുഖം വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഡിജിറ്റൽ യുഗത്തിലേക്ക് തുടങ്ങാം. എന്താണ് ഡിജിറ്റൽ യുഗം? ഡിജിറ്റൽ യുഗം എന്ന് പറയുമ്പം ആധുനിക സാങ്കേതികവിദ്യ. നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് പോകുമ്പോൾ ഒരു രസം ഉണ്ടാകും. അങ്ങനെ ആയിരിക്കും രസം, അല്ലെങ്കിൽ ബോറടിച്ച് പോകുന്നത്. എന്നാൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട പോലത്തെ ഒരു വിഷയമല്ല. നമ്മൾ പല പല കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ കാണും, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും. അതേപോലെ അല്ല, ഇത് കുറച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കൂടി കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ യുഗം, ആധുനിക സാങ്കേതികവിദ്യ. എനിക്കറിയേണ്ട ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ടോ? ഉള്ളവരാരെങ്കിലും ഒന്ന് കൈവക്കാമോ? മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആരുമില്ല. സ്മാർട്ട് ഫോൺ, മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും തമ്മിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പഴയ നോക്കിയ 1100 മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഒരു ആധുനിക ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. ഡിജിറ്റൽ യുഗത്തിലല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കില്ല. രാവിലെ അലാറം അടിച്ച് ഉറക്കം എണീക്കുന്നത് മുതൽ വൈകുന്നേരം രാത്രി അലാറം വെച്ച് കിടക്കുന്നത് വരെ നിങ്ങൾ ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് പോകുന്നത്. ശരിയല്ലേ? നിങ്ങൾ അലാറം വെച്ച് എണീക്കുന്നു, നിങ്ങൾ അടുത്ത് വണ്ടി പിടിക്കുന്നു, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, എല്ലാം മൊബൈലിലാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നു, ഗൂഗിൾ മാപ്പ് ഇടുന്നു, നിങ്ങൾ കടയിൽ കയറി ചായ കുടിക്കുന്നു, ഗൂഗിൾ പേ ചെയ്യുന്നു, തുടങ്ങി നിങ്ങൾ ഓഫീസിൽ ചെന്ന് കമ്പ്യൂട്ടറോട് വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നു, സൊമാറ്റോ ഓർഡർ ചെയ്യുന്നു, നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നു, സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എല്ലാത്തിനും നിങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ കൂടെ ആയിരിക്കും നിങ്ങൾ സഞ്ചരിക്കാൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് ആഹാരം സ്കിപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അത് ആര് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഈ തപസ് ചെയ്യുന്നവർക്കൊന്നും ഇതൊരു വിഷയമല്ല കേട്ടോ. ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ സാമാന്യമായിട്ട് ഇപ്പം ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ഡിജിറ്റൽ യുഗം വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട്, എന്താണ് ഡിജിറ്റൽ യുഗം എന്നുള്ളതാണ് ഞാൻ ചോദ്യം ഇട്ടേക്കുന്നത്. അതായത് അതിനകത്ത് പറയുന്നത് ഇത്രയുള്ളൂ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന കാലഘട്ടത്തെയാണ് ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത്. ശരിയല്ലേ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഡിജിറ്റൽ ആധുനിക സാങ്കേതിക വിദ്യ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കാലഘട്ടത്തെയാണ് ഡിജിറ്റൽ യുഗം. ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഇനി ദൈനംദിന ജീവിതത്തിലെ ഡിജിറ്റൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നതെന്ന്? പണ്ട് ഗോവിന്ദൻ ചേട്ടൻ്റെ കടയിൽ പോയി സാധനം പൊതികെട്ടി മേടിച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് ആയി. ഇത് മൊബൈൽ ബാങ്കിങ്. അവിടെ പോയി ക്യൂ നിന്ന് പാസ്ബുക്ക് പതിച്ച് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇന്ന് വീട്ടിലിരുന്ന് മൊബൈൽ ബാങ്കിങ്ങിലൂടെ പൈസകൾ കൈമാറാനും സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കാനും എന്ത് കാര്യത്തിനും മൊബൈൽ ബാങ്കിങ്. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, നേരത്തെ പറഞ്ഞ ഗൂഗിൾ പേ, മറ്റു കാര്യങ്ങളെല്ലാം. ഓൺലൈൻ ടിക്കറ്റിംഗ്, റെയിൽവേ ടിക്കറ്റ് ആരെങ്കിലും പോയി ഇപ്പോൾ ആരെങ്കിലും ക്യൂവിൽ നിന്ന് ചെയ്യുന്നവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാകാം, എന്നാലും ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. സിനിമ ടിക്കറ്റ് ആയിരുന്നാലും ബുക്ക് മൈ ഷോയിൽ നമ്മൾ ചെയ്യും, അതാണ് എളുപ്പം. പിന്നെ ഈ വീഡിയോ കോളുകൾ, മെസ്സേജിങ് ആപ്പുകൾ, പണ്ട് മഹാഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ആ വീഡിയോ കോൾ ഫെസിലിറ്റി. അതിപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ നിലവിൽ വന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. പിന്നെ ഓൺലൈൻ വിനോദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ്? ഗെയിമിങ്, ഫ്രീ ഫയർ. എൻ്റെ മോനൊക്കെ അതിൻ്റെ ഒരു ആളാണ്. ഫ്രീ ഫയർ കളി, ഗെയിം, ഓൺലൈൻ വിനോദങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ വന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളാണ്. ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ഒക്കെ കാര്യങ്ങളും അതേപോലെ. പിന്നെ ബാങ്കിങ് സെക്ടർ നേരത്തെ പറഞ്ഞ കേസുകളാണ്.
ഇനി ഇതേപോലെ തന്നെ ഡിജിറ്റൽ യുഗം എന്ന് പറയുമ്പം ഡിജിറ്റൽ സാക്ഷരതയെ പറ്റി പറയേണ്ടതുണ്ട്. ഡിജിറ്റൽ സാക്ഷരത, എല്ലാത്തിനും സാക്ഷരത ഉണ്ട്. നമ്മളൊരു സാക്ഷരത സമ്പൂർണ്ണമായ ഒരു സംസ്ഥാനമല്ലേ, അതേപോലെ ഈ ഡിജിറ്റൽ സാക്ഷരത നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒരു പ്രശ്നം. എന്താണ് ഡിജിറ്റൽ സാക്ഷരത എന്നുള്ളതാണ്. സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അറിയുന്നതിന് പുറമേ അത് സുരക്ഷിതമായും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അങ്ങനെയാണ്, സുരക്ഷിതമായും ഉത്തരവാദിത്വത്തോടെയും കൂടി ഉപയോഗിക്കണം. മനസ്സിലായാൽ? ഇപ്പം ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും വീഡിയോ കോളിൽ വന്നിട്ട് നിങ്ങൾ കസ്റ്റംസിൽ ഇത്ര രൂപ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ അറസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ടും ഉത്തരവാദിത്വത്തോടും കൂടി നമ്മൾ ഓൺലൈനിനെ ഈ ഡിജിറ്റൽ യുഗത്തെ സമീപിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളിതെല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ യുഗം അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആശയവിനിമയം അല്ലേ? ആശയവിനിമയത്തിലൂടെ അല്ലേ നമ്മളിപ്പം ഇവിടെ നിങ്ങൾ ഈ വന്നിരിക്കുന്നത് ആരെങ്കിലും ഇവിടുത്തെ ഭാരവാഹികൾ നിങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. നിങ്ങൾ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിങ്ങൾ ഇവിടെ ഇത്രയും പേര് ഒത്തുകൂടിയതും ഈ പരിപാടിയുടെ ഒരു ഭാഗവും സംഘാടനവും നടത്തിയിരിക്കുന്നത് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ അതിനകത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം ആശയവിനിമയമാണ്. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. അത് നമ്മളെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവവർഗത്തെ മുന്നോട്ട് നയിക്കുന്ന, മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ടൊരു പങ്കാണ് കമ്മ്യൂണിക്കേഷൻ. അത് എവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ള അറിയാം. നമ്മുടെ ഒരു ആശയം പല രീതിയിൽ പ്രകടിപ്പിക്കാം, പല മാധ്യമങ്ങളിൽ കൂടെ പ്രകടിപ്പിക്കാൻ പറ്റും. അതിൽ ആദ്യം മുതൽ നമ്മൾ ഒരുപാട് മുന്നേ ഒന്നും പോകുന്നില്ല, കുറച്ച് പുറകിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ആശയമൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാകും, നാടകങ്ങളിലൂടെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, സിനിമകൾ വന്നിട്ടുണ്ട്. സിനിമയൊക്കെ ഒരു ചില ആശയങ്ങൾ, ഒരാളുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നൊരു സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞ് റേഡിയോ വന്നു, ആൾ ഇന്ത്യ റേഡിയോ വന്നു. ഇതൊക്കെ ഒരു ആശയം, ഒരു സൈഡ് ആണ്, പക്ഷേ ഒരാശയം അല്ലെങ്കിൽ ഒരു വാർത്ത, ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് റേഡിയോ. എനിക്ക് തോന്നുന്നു റേഡിയോ നമ്മൾ കേരളത്തിൽ വന്നത് 1934 തോന്നുന്നു, സിനിമ 28-ലും. പിന്നെ അത് കഴിഞ്ഞ് ടെലിവിഷൻ്റെ വരവായി 1980-85 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ടെലിവിഷൻ്റെ വരവ്. ടെലിവിഷൻ്റെ വരവ് കഴിഞ്ഞ് പിന്നെ ഒരു കുതിച്ചുചാട്ടം വന്നത് ഇൻ്റർനെറ്റ് വന്നതോടുകൂടിയാണ്. ഇൻ്റർനെറ്റ് വന്നത് ഇപ്പോൾ മൊത്തത്തിൽ ഒരു 90 കാലഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ ഇൻ്റർനെറ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഇപ്പോൾ ഉപേക്ഷിച്ചൊരു സാധനം വന്നായിരുന്നു. എന്താണെന്നറിയാമോ? ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പോൾ ആ സാധനം ഉപയോഗിക്കുന്നില്ല. അതെന്താണ്? പേജർ. ആരാ പറഞ്ഞേ? പേജർ. നമ്മൾ ഒരു കാലഘട്ടത്തിൽ വന്നു പോയി, അത് നിലനിന്നില്ല. കാര്യം അതിനേക്കാളും ഉയർന്ന സാധനം വന്നു, സെൽഫോൺ വന്നു. സെൽഫോൺ വന്നതിന് ശേഷം പിന്നെ സ്മാർട്ട് ഫോൺ വന്നു, അല്ലെങ്കിൽ സെൽഫോൺ എന്ന് പറയും, മൊബൈൽ ഫോൺ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് ഫോൺ. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, അടിസ്ഥാനപരമായിട്ടാണ്. സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി നമ്മുടെ ഒരു ജീവിത രീതി തന്നെ അങ്ങ് മാറ്റിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. സെൽഫോൺ അറിയാമല്ലോ, സ്മാർട്ട് ഫോണിൽ കൂടെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും. പിന്നെ അത് കഴിഞ്ഞാണ് സോഷ്യൽ മീഡിയയുടെ വരവ്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം. സോഷ്യൽ മീഡിയ കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയെ പറ്റി പറയാം. ഈ സോഷ്യൽ മീഡിയ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആശയപ്രചാരണത്തിനും പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ സംഘടനയുടെ വളർച്ചയ്ക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും, അല്ലേ? ശരിയല്ലേ? അതായത് ഇങ്ങനെയാണ് അത് പോകുന്നത്. ഒരു സംഘടനയുടെ ആശയം നമ്മൾ ഉൾക്കൊള്ളുന്നു, അതൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ജനങ്ങളിലേക്ക് അത് പബ്ലിഷ് ചെയ്യുന്നു, ആ ജനങ്ങൾ അത് നല്ല ഫീഡ്ബാക്ക് വെച്ച് അവരൊരു പങ്കാളിത്തം ഉറപ്പാക്കുന്നു, അതിലൂടെ സംഘടന അല്ലെങ്കിൽ സ്ഥാപനം വളരുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ കാലഘട്ടത്തിൽ ആശയപ്രചരണം നടത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ? 3-4 കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. ഒന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ആർക്കെങ്കിലും? സ്പീഡ്, എത്തും, ചിലവ് കുറവാ, അതൊക്കെ വന്നല്ല പോയിന്റ്. ഞാൻ എഴുതി വെച്ചിങ്ങനെ പോയിന്റുകളൊക്കെയാണ്. അതായത് അതിനകത്ത് പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണെന്നാണ്. ഏറ്റവും കൂടുതൽ സമയം ആ സ്ഥലത്തേക്കാണ് നമ്മളെ സംഘടനയായിട്ട് നമ്മളവിടെ ചെല്ലണത്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, വൈഡായിട്ടുള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കാണ്, എപ്പോഴും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കാണ്
നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ സംഘടനയുടെ പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാ പേജ് ഏതായിരുന്നാലും നമ്മൾ കൊണ്ട് ചെല്ലണത്. ഇപ്പം നേരത്തെ ഒരു ഇരിങ്ങൽ കൃഷ്ണൻ മാഷ് പറഞ്ഞത് ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസ് എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്തു. ഇതാണ് നമ്മൾ എപ്പോഴും ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്, ആ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലും. രണ്ടാമത്തത് ഈ ആശയം വളരെ വേഗത്തിൽ ജനങ്ങളിലെത്തിക്കാം. ഉദാഹരണം ഇപ്പം CJPയുടെ ഒരു പ്രതിഷേധം തന്നെ ഒരു മന്ത്രി തന്നെ പോയി ഏറ്റവും കൂടുതൽ വേഗത്തിൽ എത്തി ആൾക്കാർ ഇവിടെ നിന്നൊക്കെ ട്രെയിനും പ്ലെയിനും പിടിച്ച് അവിടെ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, രാജിവെച്ച് പോയി പുള്ളി. പിന്നെ എന്താണ് നേരിട്ടുള്ള ആശയവിനിമയത്തിനും പ്രതികരണത്തിനും അവസരം. ഇപ്പം നമ്മളൊരു ടെലിവിഷനിലൊക്കെ പോയിരുന്നൊരു ചർച്ചയൊക്കെ ചെയ്താൽ അല്ല അങ്ങനെ നടക്കുമോ? ഇല്ല. നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരോട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളൊരു പേജ് ആണെങ്കിൽ നമ്മളെ ഫോളോവേഴ്സിൻ്റെ കൂടി നമുക്ക് അവർ പ്രചരണം നടത്താം, ചെയ്യാം. ഇത് നമുക്കങ്ങനെയല്ല, നമ്മൾ ചെയ്യാം. അവരോടുള്ള പ്രതികരണം നമുക്ക് ആരായാം, ചർച്ചകൾ നടത്താം, ഡിബേറ്റുകൾ നടത്താം. ഇത് നമുക്ക് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 പൈസ ചിലവില്ല എന്നുള്ളതാണ്. ഇൻ്റർനെറ്റിൻ്റെ മറ്റേ ഡാറ്റ ചാർജ് ചെയ്യണം. എന്തായാലും നമ്മൾ വിളിക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലായിടത്തും ഡാറ്റ വിത്ത് മറ്റേ അൺലിമിറ്റഡ് വോയിസ് ആയതുകൊണ്ട് ഡാറ്റ ചാർജ് ചെയ്യും. അപ്പോൾ വലിയ ചിലവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെ? ആ രീതിയിൽ. അല്ലാതെ ചിലവുണ്ട്, പൈസ കൊടുക്കും. പിന്നെന്താണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയെ കൂടി വരുമ്പോഴാണ് സംഘടനയുടെ ഒരു വിശ്വാസ്യതയും അതിൻ്റെ ഒരു ദൃശ്യതയും വർദ്ധിപ്പിക്കാൻ പറ്റും. കേരള യുക്തിവാദി സംഘം ഫേസ്ബുക്കിൽ എടുക്കുമ്പോൾ അതിൻ്റെ പേജ്, അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ്, ഒരു വീഡിയോ വരുമ്പോൾ കേരള യുക്തിവാദി സംഘം എന്ന് എഴുതി കാണി. ഇതൊക്കെ കൂടുതൽ എന്തുകൊണ്ടാണ്? കൂടുതൽ ആൾക്കാർ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ഈ സംഘടനയുടെ ഒരു വിശ്വാസം, ദൃശ്യത അതിനകത്ത് വരും എന്നുള്ളതാണ്. ഇനിയുള്ളത് സോഷ്യൽ മീഡിയയുടെ ശക്തി എന്നുള്ളതാണ്. അതിനകത്ത് 4-5 പോയിന്റ് ഉണ്ട്. എന്താണ് സോഷ്യൽ മീഡിയയുടെ ശക്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീച്ചാണ്. അതാണ് സോഷ്യൽ മീഡിയയുടെ ശക്തി. നമ്മൾ നിമിഷ നേരം കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത വൈറൽ ആകുക എന്ന് പറയുന്നൊരു പദം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണത് വന്നത്. വൈറൽ ആകുക എന്നുള്ളൊരു പദം, അത് റീച്ച്. പിന്നെ ഈ ചർച്ച അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് നേരത്തെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും നമുക്ക് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെന്താണ്, നമുക്ക് അനുയായികളെ നമ്മളാ അനുയായികളെ ഒരു സമൂഹമാക്കി മാറ്റാൻ പറ്റും. കേരള യുക്തിവാദി സംഘത്തിന് നമുക്കൊരു അതിൻ്റെ അനുയായികളെ ഒരു സമൂഹമാക്കി, ഒരു ഗ്രൂപ്പാക്കി വളർത്തി നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളും അവർ പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ ചേർത്ത് ഇത് വിപുലപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ നല്ലൊരു പോസ്റ്റോ നല്ലൊരു വീഡിയോ റീലോ ഒക്കെ ഇടുകയാണെങ്കിൽ ആൾക്കാരിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം കേരള യുക്തിവാദി സംഘം നടത്തിയ ശബരിമലയിലുള്ള മകരവിളക്ക് തട്ടിപ്പ് ഇന്നത്തെ കാലത്താണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാരിൽ എന്തുമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കണം. അങ്ങനെ പറ്റും. പിന്നെന്താണ്, നമുക്ക് ഈ സോഷ്യൽ മീഡിയ വെച്ച് കൂടുതൽ പരിപാടികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ആൾക്കാരെ കൂടുതൽ എത്തിക്കാൻ ഈ സോഷ്യൽ മീഡിയ വളരെ 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 സോഷ്യൽ മീഡിയ അല്ലാതെ വേറെ കാര്യം ഇല്ല എന്ന് തന്നെയാണെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ടൊക്കെ ഫോൺ അതിനൊക്കെ പരിധിയുണ്ട്. കുറച്ച് ആൾക്കാരെ കുറേ വാസ്റ്റായിട്ടുള്ള ആൾക്കാരിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. പറയാമോ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ? ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, ടെലഗ്രാം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മളെ ചാനൽ യൂട്യൂബ് അത് നിങ്ങൾ വിട്ടുപോയി. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ഓരോ പ്ലാറ്റ്ഫോമുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓരോരോ രീതിയിലേക്കാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഓരോത്തിനും ഓരോരോ ഉള്ളടക്കമാണ് അതിനെ യോജിച്ചത്. എല്ലാ ഉള്ളടക്കവും കൊണ്ടൊന്ന് എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കണമെന്നില്ല, അല്ലേ? ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് പോസ്റ്റുകൾ എന്തൊക്കെയാണ് കേട്ടണേ? ഫേസ്ബുക്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റണേ? നമ്മൾ വിശദമായിട്ട് പോസ്റ്റുകൾ തയ്യാറാക്കിയിടാൻ പറ്റും, അല്ലേ? പോസ്റ്റുകൾ തയ്യാറാക്കിയിടാൻ പറ്റും. നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും, പരിപാടികൾ ഉണ്ടാക്കും. ഇൻസ്റ്റാഗ്രാമിൽ എന്താ ചെയ്യുന്നത് കൂടുതൽ? ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? റീൽസ് ഇടാൻ പറ്റും. പിന്നെ അതുപോലെ പോസ്റ്റേഴ്സ് ഇടാൻ പറ്റും, സ്റ്റോറികൾ ഇടാൻ പറ്റും, അല്ലേ? അങ്ങനെയൊക്കെ ഇടാം. യൂട്യൂബിലോ വീഡിയോസാണ്. അത് ഫേസ്ബുക്കിലും വീഡിയോസ് ഇടാം, ഇൻസ്റ്റയിലും വീഡിയോസ് ഇടാം. യൂട്യൂബിൽ എന്താണ് കൂടുതലും വിശദീകരണം ആവശ്യപ്പെടുന്ന ദൈർഘ്യമേറിയ വീഡിയോസുകൾ യൂട്യൂബിൽ നമുക്കിടാൻ പറ്റും. ഇപ്പോൾ ഒരു ഡിബേറ്റൊക്കെ കൊണ്ടുവന്ന് ഫേസ്ബുക്കിലിട്ടാൽ എന്തെങ്ങനെ ഇരിക്കും? 2 മണിക്കൂറുള്ള ഡിബേറ്റ് ഇല്ല. നമ്മളത് യൂട്യൂബ്, അതേപോലെ തന്നെ ഇൻ്റർവ്യൂകൾ കൂടുതൽ അനുയോജ്യം യൂട്യൂബിലാണ്.
ഫേസ്ബുക്കിനെക്കാളും യൂട്യൂബിലാണ്. യൂട്യൂബിൽ നമുക്കൊരു പർട്ടിക്കുലർ ചാനലാണ്, ആ ചാനൽ അതിൻ്റെ ക്രമീകരണവും അങ്ങനെയായിരിക്കും. നമുക്ക് പെട്ടെന്നൊരു ഒരു വീഡിയോ പരിധി എടുക്കാൻ നമുക്ക് യൂട്യൂബിൽ പെട്ടെന്ന് സാധിക്കും. ഫേസ്ബുക്കിൽ അങ്ങനെയല്ല. അത് പോസ്റ്റുകളും ദൈനംദിന കാര്യങ്ങളും ഫീഡുകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ വാട്സപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ടുള്ള ആശയവിനിമയം നടത്താൻ പറ്റും. ടെലഗ്രാം, എന്താണ് വാട്സപ്പും ടെലഗ്രാമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയാമോ ആർക്കെങ്കിലും? ഇല്ല, എന്നാലും അതിനകത്ത് ഡോക്യുമെൻ്റ് സൈസ് എനിക്ക് തോന്നുന്നത് 2 GB വരെയാണ് വാട്സപ്പും ടെലഗ്രാമും ചെയ്യുമെന്നുള്ളത്. വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ എത്ര പേരെ ചേർക്കാൻ പറ്റും? 1024 പേരെ ചേർക്കാൻ പറ്റും. ടെലഗ്രാമിലോ? അൺലിമിറ്റഡ് അല്ലെന്നാണ് എൻ്റെ ഒരു പേര്. ഞാൻ പരിധി അപ്പം 2 ലക്ഷം ആൾക്കാരെ ഒരു ഗ്രൂപ്പിൽ ചേർക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു മെസ്സഞ്ചർ ഒരു ആപ്പല്ലേ മെസ്സഞ്ചർ, അതിൽ എത്ര പേരെ ചേർക്കാൻ പറ്റും ഒരു ഗ്രൂപ്പിൽ? പരമാവധി 250 പേരെ ചേർക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അല്ലേ? അതാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര പേര് ഈ സോഷ്യൽ മീഡിയ ലോകത്ത് ഉപയോഗിക്കുന്നതെന്ന് ഏകദേശം കണക്കറിയാമോ? 5 ബില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. 500 കോടി ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ലോകത്ത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലവഴിക്കുന്നൊരു ഇടമാണ് ഈ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മളെ സംഘടന അവിടെ കൊണ്ടുപോകേണ്ട പ്രാധാന്യം അവിടെയാണ് എന്നുള്ളത്. ഇപ്പം നമ്മളൊരു കണക്കനുസരിച്ച് വെച്ചിട്ട് അതായത് വാട്സപ്പ് 330 കോടി ആൾക്കാർ വാട്സപ്പ് ഉപയോഗിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കണക്ക്. 330 കോടി ആൾക്കാർ വാട്സപ്പ് ഉപയോഗിക്കുന്നു എന്നാണ്. ഒരു യൂട്യൂബിൽ ഒരു മിനിറ്റിൽ ഞാൻ ഒരു കണക്ക് നോക്കിയപ്പോഴും കണ്ടതാ, ഒരു മിനിറ്റിൽ എത്ര വീഡിയോ കയറുന്നറിയാമോ വാട്സപ്പിൽ? യൂട്യൂബിൽ ഒരു മിനിറ്റിൽ 500 മണിക്കൂർ വീഡിയോ കയറുന്നു എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് 60 സെക്കൻഡിൽ 500 മണിക്കൂറുള്ള വീഡിയോ ഏകദേശം കയറുന്നു എന്നാണ് പറയുന്നത്. 500 മണിക്കൂർ. ഒരു ദിവസത്തെ വീഡിയോ നമ്മൾ കണ്ടു തീർക്കണമെങ്കിൽ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മൊത്തം വീഡിയോകൾ ഒരു ദിവസം കണ്ടു തീർക്കണമെങ്കിൽ, അല്ലാതെ പറയുന്നത് 30,000 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. ഒരു ദിവസത്തെ വീഡിയോ കണ്ടു തീർക്കണമെങ്കിൽ, അതായത് ഒരു 82 വർഷം നമ്മൾ ഉണ്ണാതെയും ഉറങ്ങാതെയും ഒന്നിനും ചെയ്യാതെ കണ്ടാൽ 82 വർഷം കൊണ്ട് ഒരു ദിവസത്തെ വീഡിയോ ഒരു ദിവസം പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്നാണ് പറയുന്നത്, കണ്ടു തീർക്കുക. അപ്പോൾ ഞാൻ പറയണത് ഇതിൻ്റെ ഒരു അനന്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയണത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പം ഫേസ്ബുക്ക് 300-നും 310-നും ഇടയ്ക്കുള്ള ആൾക്കാർ ഏകദേശം ശരാശരി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഫേസ്ബുക്ക് 310 കോടി ആൾക്കാർ. മനസ്സിലായോ? വാട്സപ്പ് 330 കോടി ആൾക്കാർ. യൂട്യൂബ് 270-നും 280-നും ഇടയിൽ ആൾക്കാർ, 250, ഏകദേശം 250 കോടി ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഉള്ള ഒരു സാധനമുണ്ട്, ഒരു എക്സ് എന്നുള്ള പ്ലാറ്റ്ഫോം അറിയാമോ എല്ലാവർക്കും? നേരത്തെ ട്വിറ്റർ ആയിരുന്നു, മസ്ക് മേടിച്ചിട്ട് എക്സ് പ്ലാറ്റ്ഫോം. അതൊരു 55-60 കോടി ആൾക്കാരുണ്ട്. ഇതിനിടയ്ക്ക് നമുക്കൊരു പ്ലാറ്റ്ഫോം ഇവിടെ വന്നിട്ട് മരിച്ചുപോയി. അതേത് പ്ലാറ്റ്ഫോം എന്നറിയാമോ? പണ്ട് ഒരു ഓർക്കുട്ട് എന്ന നിലവിൽ വന്നത് 2004 നിലവിൽ വന്നു. എന്നാ മരിച്ചത്? 2014 അത് ഷട്ട് ഡൗൺ ചെയ്തു. അറിയുമോ? അതിനേക്കാളും ഫാസ്റ്റായിട്ടുള്ള വേറൊരു സാധനം വന്നു. അതെ, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഓർക്കുട്ട് നിദ്രയിലേക്ക് മടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഫേസ്ബുക്ക് 2004 പ്രവർത്തനം ആരംഭിച്ചു. ഫേസ്ബുക്ക്. യൂട്യൂബ് 2005 പ്രവർത്തനം ആരംഭിച്ചു. വാട്സപ്പ് 2010 പ്രവർത്തനം ആരംഭിച്ചു. ഇൻസ്റ്റ ഏകദേശം 2010 സ്റ്റാർട്ട് ചെയ്ത് 2012 അതിൻ്റെ ആൻഡ്രോയിഡ് വെർഷനൊക്കെ റിലീസായെന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതിനകത്തൊക്കെ ഒരുപാട് ചതിക്കുഴികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സാറ് അത് വിശദമായിട്ട് അത് പറയാം. ആ മേഖലയിലോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്കിതൊരു പെർഫോം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സംഘടനയ്ക്ക് ഇതെങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമെന്ന് ഒരു ആശയം കണ്ടൻ്റ് ആകുന്നത് എങ്ങനെ? കേരള വിദ്യാഭ്യാസ സംഘത്തിനൊരു ആശയമുണ്ടാകും.
അതിന് ഇപ്പം എന്തൊരു ആശയമാണ് അതിനൊരു ഉള്ളടക്കം ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം. അതായത് എങ്ങനെയാണ് ഒരു പ്രധാന ആശയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം. ഇപ്പം എന്തെങ്കിലും ഒരു പ്രധാന ആശയം ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് തീരുമാനിക്കും. കേരള യുക്തിവാദ സംഘം ആരെയാണ് ലക്ഷ്യമിടുന്നത്? യുക്തിവാദികളെയാണോ കേരള യുക്തിവാദ സംഘം ലക്ഷ്യമിടുന്നത്? ആരെ? വിശ്വാസികൾ അല്ലെങ്കിൽ മതജീവികളെയാണ് നമ്മൾ വിശ്വാസം. അവർക്കുള്ള കണ്ടന്റാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അല്ലാതെ നമ്മൾ തന്നെ നമ്മളെ കണ്ടന്റ് നിർമ്മിച്ച് നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു കണ്ടന്റ് നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു 7-8 പേജ് അങ്ങനെയാണോ നിർമ്മിക്കേണ്ടത്? കണ്ടന്റ് ഇല്ല. വളരെ ലളിതമായിട്ട് എന്നാൽ കുറിക്കൊള്ളുന്ന ചില വാചകങ്ങളും കാര്യങ്ങളും ഒക്കെ വച്ചിട്ട് വേണം ഒരു കണ്ടന്റ് രൂപീകരിക്കാൻ. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ഏത് ഫോർമാറ്റിൽ വേണമെന്നുള്ളത് തീരുമാനിക്കണം. ഇതൊരു പോസ്റ്റർ രൂപത്തിലുള്ള ഒരു ഫോർമാറ്റാണ്. പോസ്റ്റർ രൂപത്തിലാണെങ്കിൽ എങ്ങനെയാണ്? മൊബൈൽ ഫോണിന് ചേരുന്ന രീതിയിലുള്ളൊരു ഫോർമാറ്റ് ഉണ്ടാവും. അല്ലാതെ വൈഡായിട്ടുള്ള സിസ്റ്റത്തിലേക്കുള്ള ഫോർമാറ്റാണോ? വീഡിയോ ഫോർമാറ്റാണോ? വീഡിയോ ഫോർമാറ്റാണെങ്കിൽ ആ രീതിയിൽ ചെയ്യണം. അങ്ങനെ അവസാനം ഫോർമാറ്റും തിരഞ്ഞെടുത്ത് അതിനൊരു വിഷ്വലൈസേഷൻ കൊടുത്ത് ഒരു ക്യാപ്ഷനും കൊടുത്തു പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞോ? പബ്ലിഷ് ചെയ്താൽ കഴിഞ്ഞോ? പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ നോക്കണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ റീച്ച്, ആരൊക്കെയാണ് ഇത് കണ്ടത്, അവരുടെ വിലയിരുത്തൽ എന്താണ് നമ്മളതിൽ മാറ്റം വരുത്തേണ്ടത്. മാറ്റം വരുത്തുന്നതിനനുസരിച്ച് നമ്മളത് പതിയെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ വേണം നമ്മൾ ഇത് ചെയ്യാനെന്നുള്ളത്. പിന്നെ ഈ കണ്ടന്റ് പലതരത്തിലുള്ള കണ്ടന്റുകളുണ്ട്. എന്തൊക്കെയാണ് കണ്ടന്റുകൾ? പോസ്റ്ററുണ്ട്. പോസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ആശയം വേഗത്തിൽ അവതരിപ്പിക്കാം. ചെറിയൊരു കാര്യം, CJPയുടെ സമരം വന്നു. അവരുടെയൊക്കെ പോസ്റ്ററുകൾ കണ്ടറിയാം. വളരെ പെട്ടെന്ന് ആകർഷണമായിട്ടുള്ള പോസ്റ്ററുകളാണ്, പെട്ടെന്ന് ആരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് റീൽസും ഷോർട്ട് വീഡിയോ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള കാര്യമാണ് റീൽസും ഷോർട്ട് വീഡിയോസും. 1 മിനിറ്റുള്ള റീൽസുകൾ, ഷോർട്ട് വീഡിയോകൾ ഭയങ്കരമായിട്ടുള്ള പ്രയോജനമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് റീൽസ് ഉണ്ടാക്കുന്നത്? ഒരു വലിയ വീഡിയോ നമ്മൾ തയ്യാറാക്കി യൂട്യൂബിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചെറിയ പ്രസക്ത ഭാഗങ്ങൾ തയ്യാറാക്കിക്കൊണ്ടൊരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് അതിൻ്റെ ലിങ്കും കൂടി താഴെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ, ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാൻ ഇന്ന ചാനലിലേക്ക് അല്ലെങ്കിൽ ഇന്നടത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് താല്പര്യമുള്ളവരാണെങ്കിൽ അതിലേക്ക് പോകും. ഇതാണ് റീൽസും ഷോർട്ട് വീഡിയോസും ഇതിൻ്റെയും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഉപയോഗമാണ് പറയുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളാണ്. സംഘടനയ്ക്കുള്ള ഉപയോഗം ആണ് നമ്മൾ പറയുന്നത്. എത്തുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതൊരു സാധനം. പിന്നെ ലോങ് വീഡിയോകൾ, വലിയ വീഡിയോകൾ, അതൊക്കെ എവിടെയാണ് പോകുന്നത്? യൂട്യൂബിലോട്ട് പോകും. വലിയ വീഡിയോകൾ, ഡിബേറ്റുകൾ, ഇൻ്റർവ്യൂകൾ, പ്രഭാഷണങ്ങൾ, വളരെ വിശദമായിട്ടുള്ള പ്രഭാഷണം, ഇതൊക്കെ നമുക്ക് യൂട്യൂബിലേക്ക് പോകാൻ പറ്റും. പിന്നെ ആർട്ടിക്കിൾ പണ്ട് വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ വ്ളോഗൊന്നും ഇല്ല. ഇപ്പം ആർട്ടിക്കിളുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന എവിടെയാണ്? അത് എന്തിനു ഉപയോഗിക്കും? നമുക്ക് ചിന്തയും അതിൻ്റെ ചർച്ചയൊക്കെ വളർത്താൻ വേണ്ടി ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാം. ഈ ഗ്രൂപ്പുകളിലൊക്കെ വെച്ച് പല ഗ്രൂപ്പുകളുണ്ട്. ഈ ചരിത്രാന്വേഷികൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഗ്രൂപ്പുകളുണ്ട്. അവിടെയൊക്കെ ആർട്ടിക്കിളുകളാണ് വരുന്നത്. പിന്നെന്താണ് നമുക്ക് അടുത്തതുള്ളത്? ലൈവ് വെബിനാറുകളൊക്കെ ഉണ്ട്. ഗൂഗിൾ മീറ്റ്, നമ്മൾ കൊറോണ സമയത്തൊക്കെ എന്താ ചെയ്തത്? ഗൂഗിൾ മീറ്റുകളൊക്കെ ഉള്ള ലൈവുകൾ, പിന്നെ പ്രത്യേകിച്ചൊരു ലൈവുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ. പിന്നെ ഇനി അടുത്തത് നമ്മൾ പറയണതേ സംഘടനയുടെ ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി. സംഘടനയ്ക്കൊരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി വേണം, അല്ലേ? ഐഡൻറ്റിറ്റി വേണ്ടേ? അത് എന്തൊക്കെയാണ് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? വ്യക്തമായ ഒരു പേര് വേണം. കേരള യുക്തിവാദി സംഘം വ്യക്തമായിട്ടുള്ളൊരു പേരാണ്. കേരള യുക്തിവാദി സംഘത്തിന് ലോഗോ മസ്റ്റാണ്. ആ ചേട്ടൻ ഇന്ന് രാവിലെ ചോദിച്ചു ഇതിലെന്താ ലോഗോ വയ്ക്കാത്തതെന്ന്, അല്ലേ? ലോഗോ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു സംഘടനയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ ലോഗോയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പങ്കുവഹിക്കാനുണ്ട്. അതായത് സംഘടനയുടെ പേരും ലോഗോയും. പിന്നെ നമുക്ക് ടാഗ് ലൈൻ കൊടുക്കാം. എന്താണ് സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് 2-3 വാചകത്തിൽ നമുക്ക് ടാഗ് ലൈൻ, പല കമ്പനികളിലും ടാഗ് ലൈനുകൾ കണ്ടിട്ടില്ല, താഴെ ഒരു ചെറിയ ടാഗ് ലൈൻ കൊടുത്തിട്ട് വയ്ക്കും. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ വരുമ്പം ഒരു സാധനം ഇടും, ഇൻസ്റ്റയിൽ പോകുമ്പം അതിൻ്റെ വേറൊരു ലോഗോ ഇടും, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യും. അതല്ല, ഏകീകൃതമായിട്ടുള്ളൊരു ബ്രാൻഡിങ് വേണം. എല്ലായിടത്തും പോയാലും കേരള യുക്തിവാദി സംഘം ഒന്ന് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ ആ ലോഗോ എവിടെ വെച്ച് കണ്ടാലും അത് മനസ്സിലാക്കണം. എവിടെ പോയാലും, ഇൻസ്റ്റയിൽ പോയാലും ആ ലോഗോ വേണം, ഫേസ്ബുക്കിൽ പോയാലും ലോഗോ വേണം, യൂട്യൂബിൽ പോയാലും ലോഗോ, എവിടെ പോയാലും ആ ലോഗോ അല്ലെങ്കിൽ അത് ആ ഒരു ബ്രാൻഡ് അവിടെ ഉണ്ട്. ബ്രാൻഡ് വാല്യൂവിനൊക്കെ പ്രാധാന്യമുണ്ട്. പിന്നെ അതിനകത്തൊരു സ്ഥിരമായിട്ടുള്ളൊരു ഭാഷയും വിഷ്വൽ സ്റ്റൈലും വേണം.
അത് നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ഇങ്ങനെയാണ്, ഇതിൻ്റെ രീതി ഇങ്ങനെയാണെന്നുള്ള ഒരു സാധനം വേണം. പിന്നെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമായിട്ട് നൽകുക. ഈ ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയിൽ സാധാരണ എല്ലായിടത്തും നമുക്കൊരു വെബ്സൈറ്റൊക്കെ ഉണ്ടാവും. വെബ്സൈറ്റിൽ നമ്മളതിൻ്റെ വിശദവിവരം അതൊക്കെ ഒരു സംഘടനയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ വിശ്വാസ്യതയുള്ള മാന്യമായിട്ടുള്ള ആശയവിനിമയം, അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം കാണാത്തൊരു കാര്യമാണ്. നമ്മൾ സംഘടനയിലുള്ള ആൾക്കാർ, അതിൻ്റെ പ്രത്യേകിച്ച് നേതൃത്വ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരൊക്കെ എപ്പോഴും ആശയവിനിമയം നടത്തിയാലും അത് മാന്യമായിട്ടുള്ള ആശയവിനിമയം ആണ് എന്നതാണ് ഓർക്കുക. പിന്നെ പ്രത്യേകം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രാൻഡ്, ആളുകൾ സംഘടനയെക്കുറിച്ച് ഓർക്കുന്ന അനുഭവമാണ് എൻ്റെ ബ്രാൻഡ്. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ലോഗോ ഇവിടെ വന്നില്ല, അത് ലോഗോ കേരള വിദ്യാഭ്യാസ സംഘടനയുടെ ബ്രാൻഡാണ്. അതവിടെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പം ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇപ്പം കേരള വിദ്യാഭ്യാസ സംഘം ഒന്ന് എഴുതുമ്പം തന്നെ അതിനൊരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ചാനലിൽ നമ്മൾ എഴുതുമ്പം ചാനലിലൊരു ഫോണ്ട് വെച്ചിട്ടുണ്ട്. ഈ ചാനൽ തട്ടിയും വേണ്ടിയിട്ട് വാട്ടർ മാർക്ക് കൊടുക്കണം കണ്ടിട്ടില്ല, അതിനകത്തൊരു ഫോണ്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോണ്ടാണ് എപ്പോഴും സെലക്ട് ചെയ്യണത്. അത് ഒരു പർട്ടിക്കുലർ രീതിയിൽ. പിന്നെ അതിൻ്റെ ഒരു ലോഗോ ഇടതുവശം കൃത്യമായിട്ട് കൊടുക്കുക. അതൊക്കെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണമാവും. ഇതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ. ഒരുപാട് പറയാനുണ്ട്, അങ്ങനെ പറയുന്നെങ്കിൽ സമയമില്ല. അരമണിക്കൂർ കഴിയാറായി എന്ന് പറഞ്ഞു. ഇനി നമ്മളിത് അവസാനം നമ്മുടെ AI എന്താണെന്നും കൂടി പറഞ്ഞിട്ട് അങ്ങ് നിർത്തുന്നുണ്ട്. എന്താണ് AI? എന്താണ് AI? ആർക്കെങ്കിലും അതെ അത് മനസ്സിലായി? എന്താണ് നിർമ്മിത ബുദ്ധി അല്ലേ? നിർമ്മിച്ച ബുദ്ധി. ആര് നിർമ്മിച്ച ബുദ്ധി? മനുഷ്യൻ. അപ്പം നമ്മുടേതൊക്കെ എങ്ങനത്തെ ബുദ്ധിയാണ്? ആര് നിർമ്മിച്ച ബുദ്ധിയാണ്? ദൈവം. ആരെയും നിർമ്മിച്ച നമുക്ക് തനതായി നമ്മൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത നമ്മുടെ ഒരുപാട് ഇൻഫർമേഷനുകളിൽ നിന്നും നമ്മൾ വിശകലനം ചെയ്ത് അറിവുകൾ സമ്പാദിച്ച് അതിനെ രൂപപ്പെടുത്തിയെടുത്തതാണ് നമ്മുടെ ബുദ്ധി അല്ലേ? ഹോമോസാപ്പിയൻസ് മുതൽ മറ്റേ എല്ലാം അല്ലേ, മറ്റെന്താണ് ശിലായുഗം, അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തു നിന്നും ഓരോരോ അറിവുകൾ ആർജിച്ച് ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരാളായി മാറി. പക്ഷേ സിസ്റ്റത്തിന് അങ്ങനെ അറിയാം? അങ്ങനെ ഉണ്ടോ? ആ സമയത്തൊക്കെ ഇതുണ്ടോ? ഇല്ല. അപ്പോഴെന്താണ് നമ്മളിരുന്ന് പഠിപ്പിച്ചു കൊടുക്കണേ? നിർമ്മിച്ചു കൊടുക്കുകയാണ് ഈ സാധനം ബുദ്ധി. എന്താണ്? വായിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സാധനങ്ങളും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവന്ന് വായിപ്പിക്കുകയാണ് പരമാവധി സാധനങ്ങൾ. എന്നിട്ട് നീ ഇതെങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ഇതെല്ലാം എഴുതി വയ്ക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു മനുഷ്യൻ്റെ പകരക്കാരൻ എന്നതിലുപരി സംഘടനയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു സഹായിയായി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നാളെ ആർട്ടിഫിഷ്യൽ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. അതിനെ ഒരു സഹായിയായിട്ട് ഉപയോഗിക്കുക. അതിനെ നമുക്ക് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു സഹായിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് AI ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഇന്നത്തെ ഒരു പോസ്റ്റർ തയ്യാറാക്കി AI സഹായത്തോടു കൂടിയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കിയത്. ജസ്റ്റ് ഈ ഒരു സാധനം അടിച്ചു കൊടുത്തു. ഡിജിറ്റൽ യുഗം, സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് തയ്യാറാക്കി തന്നു. എടുത്ത സെക്കൻഡ് 30 സെക്കൻഡ്. ഇത് 30 സെക്കൻഡ് കൊണ്ട് തയ്യാറാക്കിയൊരു ജെമിനി തയ്യാറാക്കി തന്നൊരു സാധനമാണ്. ഇതിനകത്തെല്ലാം വന്നിട്ടുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിലുള്ള എല്ലാ സാധനവും, ഫേസ്ബുക്ക്, വാട്സപ്പ്, എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. ഇത് വെറും 30 സെക്കൻഡ് എടുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം സമയമുണ്ടോ എന്നറിയില്ല. എങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ജെമിനി ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പം തന്നെ നമുക്ക് പരിപാടി തുടങ്ങാമായിരുന്നു. വളരെ സിമ്പിളാണെന്ന്. ഒരു സാധാരണ ഒരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി എത്ര മിനിറ്റ് ഉണ്ട് ചേട്ടാ? പെട്ടെന്ന് 10 മിനിറ്റ്. AI സഹായത്തോടെ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം. ഞാനിപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയ, ഗ്രാഫിക്സ്, വീഡിയോ തയ്യാറാക്കാമോ? വീഡിയോ തയ്യാറാക്കാം. അതായത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. എന്താണ് ഡിജിറ്റൽ യുഗം, സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിനെ ആസ്പദമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കി തരുമോ? അല്ലെങ്കിൽ താന്ന് പറഞ്ഞാലും മതി. അതിന് നമ്മൾ അങ്ങനെ കെഞ്ചേണ്ട ആവശ്യമൊന്നുമില്ല. വിനയൊന്നും വേണ്ട, പറഞ്ഞാൽ മതി. സാധനം പറഞ്ഞാൽ അത് 30 സെക്കൻഡിൽ തരും. എത്ര വേണമെങ്കിലും തരും, ആണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ തരും. നിങ്ങളിപ്പം തന്നെ ചെയ്ത് നോക്കും. ഇപ്പം ഈ ആർക്കെങ്കിലും ഇതിപ്പോൾ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, ജെമിനി ഇൻസ്റ്റാൾ ചെയ്യും, പെട്ടെന്ന് ചെയ്യും. ജെമിനി ഇൻസ്റ്റാൾ വളരെ ഇതാണ്. ഇൻസ്റ്റാൾ ചെയ്താൽ 1 സെക്കൻഡേ ഉള്ളൂ. നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മാത്രം മതി, നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇതിലൂടെ വോയിസ് എല്ലാത്തിലും ഇടാം. നമുക്ക് ഇനി ഈ പറഞ്ഞതുപോലെ എഴുതാനും വായിക്കാനും അറിഞ്ഞൂടെങ്കിലും പറയാനെങ്കിലും അറിഞ്ഞാൽ മതി എന്നാണ്. പറഞ്ഞാലും അത് ചെയ്തു തരും.
ഏതാ അത്? അത് പറഞ്ഞുതരാം. നമ്മളൊരു ഐഡിയോളജി വന്നില്ല. ഗൂഗിൾ ജെമിനി നമ്മളൊരു ഐഡിയോളജി വന്നില്ല. എന്ത് ചെയ്യണം? തൊട്ട് താഴെ അതെ മുകളിൽ കിടക്കുന്ന ആ വരിയുണ്ടല്ലോ, അതങ്ങ് നീക്കുക. അത് വേണ്ട, നമുക്ക് യോജിച്ചതല്ല. ഇത്രയും പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ എല്ലാ പോസ്റ്റുകളും തയ്യാറാണ് ജെമിനിയിലൂടെ, ചാറ്റ് ജി പി ടിയിലെ കൂടിയൊക്കെയാണ് എല്ലാം ചെയ്യണത്. ഇതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞിരുന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മാറ്റിയിട്ട് ഞാൻ സംസാരിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി, ചെയ്യാം. നിങ്ങൾ ഒന്ന് കൃഷ്ണചേട്ടൻ ചെയ്ത് നോക്ക്. ഇന്ന് തന്നെ ഈ നിങ്ങളുടെ പ്രവർത്തന ക്യാമ്പ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതൊന്ന്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഇപ്പം കേരള വിദ്യാഭ്യാസ സംഘത്തിൻ്റെ ഒരു മാർച്ചിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ അത് തയ്യാറാക്കി തരും. അത് കുറച്ച് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇത്തിരി അതിൻ്റെ ഒരു പ്രോ വെർഷനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തരും നമുക്ക്. പിന്നെ അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല എന്ന് ചോദിക്കും. പിന്നെ പ്രസൻറ്റേഷൻ തയ്യാറാക്കാം. ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രസൻറ്റേഷനുകളെല്ലാം ഞാൻ ജെമിനിയുടെയും ചാറ്റ് ജി പി ടിയുടെയൊക്കെ ചോദിച്ചു, ഇതൊക്കെ ശരിയാണ് നോക്കണ്ടേ, ചോദിച്ചു. അവർ കുറച്ച് സാധനങ്ങൾ ചെയ്തു. അതിൽ നിന്നുള്ള കുറേ സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാനൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി. ഫാക്ട് ചെക്കിങ് വേണം, അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ തെറ്റുകൾ വരാം, പല ചെക്ക് ചെയ്യാൻ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ടല്ലോ. തമ്പനെയിലുകൾസ് കണ്ടെത്താൻ ഒരു കണ്ടൻറ്റ് തന്നെ നമുക്ക് ഇപ്പം ഞാൻ ഈ ഒരു സാധനം കാണിച്ചില്ലേ, ഞാൻ പറയണേ എനിക്ക് ആ ഒരു കളർ തീം ഇഷ്ടമില്ല ജെമിനി, വേറൊരു സാധനം അപ്പോഴും ചെയ്തു തരും. ഒരു മടിയുമില്ല, ആഹാരം കൊടുക്കേണ്ട ഒന്നും പ്രശ്നമില്ല. പിന്നെ എന്താണ് അടുത്ത് കുറിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കുറിച്ച് നമ്മൾ എങ്ങനെ വേറെ മറ്റുപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബുകാരും ഫേസ്ബുക്കുകാരും ഒക്കെ ഇടുന്ന ഒരു സാധനമാണ് എന്താണ് അതുപയോഗിച്ച് എങ്ങനത്തെ ആഡിയൻസാണ് അവരുള്ളതെന്നുള്ളത്, ഈ പോസ്റ്റുകൾ കാണുമെന്നുള്ളത് അവർ ശേഖരിച്ച് വയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്, അറിയാമല്ലോ അല്ലേ? നിങ്ങൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ സ്മാർട്ട് ഫോൺ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും അതിനകത്തൊരു സ്ഥാപനത്തിൻ്റെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കോൾഗേറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എടുക്കും, കോൾഗേറ്റിൻ്റെ പരസ്യം വരും. നിങ്ങളുടെ സ്മാർട്ട് ടി വി എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരിക്കുന്നില്ലേ, നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി എന്നെ ആരും പറ്റിക്കേണ്ടെന്ന് പറഞ്ഞ് ടി വി വെച്ച് എന്തുകൊണ്ട് അതിലും കേൾക്കും, ആ സാധനവും കേൾക്കും. ഇതെല്ലാം കേട്ട് പിടിക്കും. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. അത് അവിടെ ആണ് അത് അവരുപയോഗിക്കുന്നത്. ഇത് ഏതൊക്കെ തരത്തിലുള്ള ആഡിയൻസ് കണ്ടു, എത്ര ആഡിയൻസ് കണ്ടു, ഏത് ഏജിലുള്ള ആഡിയൻസാണ് കണ്ടത്, എത്ര സമയം അവരത് കണ്ടു, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ അറിയാം ആൾക്കാർക്ക് ഏത് വിഷയത്തിലാണ് താല്പര്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ള കണ്ടൻറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഫോർമാറ്റിലാണ് ആൾക്കാർ കൂടുതൽ കാണുന്നത് എന്നുള്ളത് വെച്ചാൽ ആ ഫോർമാറ്റ് തയ്യാറാക്കി ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റും. പിന്നെ ഏത് സമയത്താണ് ആൾക്കാർ കൂടുതൽ ഇതെന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വീഡിയോ ഇട്ടാൽ മതി, ആ സമയത്ത് പോസ്റ്റ് ഇട്ടാൽ മതി. ഇതെല്ലാം പറഞ്ഞുതരും, എല്ലാം പറഞ്ഞുതരും. പിന്നെ പുതിയ ആളുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതും, ഏത് കണ്ടൻറ്റ് ഇടുമ്പോഴാണ് പുതിയ ആൾക്കാർ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഏത് കണ്ടൻറ്റ് ഇടുമ്പോഴാണ് വരുന്നത് എന്നുള്ളതും പറഞ്ഞു തരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മൾ സുഹൃത്തും കൂടി ഒന്ന് ഗുജറാത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഗുജറാത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി, രാത്രിയാണ് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ എയറുടെയാണ് എല്ലാം ചോദിച്ചിട്ട് പോണത്, ഇത് അവിടെ ഇതുണ്ടോ, എന്താണ് ലോഞ്ച് ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ലോഞ്ച് ഫെസിലിറ്റി അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ അവിടെ ഇരുന്നാൽ മതി, അത് കഴിഞ്ഞ് അടുത്ത ട്രെയിൻ വരും. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതനുസരിച്ച് നമ്മൾ അവിടെ പോയി. അവിടെ ചെന്നിറങ്ങി അവിടെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, സാറേ എവിടേക്കാണ് പോകേണ്ടത്? നമ്മൾ ഇല്ല, ഇവിടെ ലോഞ്ചില്ല. ലോഞ്ചില്ല സാറേ, അത് ഇവിടെ അടച്ചേക്കുന്നു, പണി നടക്കുന്നതുകൊണ്ട് അത് അടച്ചേക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് തന്നാൽ 50 രൂപ അല്ല 50 രൂപ 100 രൂപ തന്നാൽ നമ്മൾ അവിടെ ഒരു ലോഡ്ജിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. നമ്മൾ കയറാൻ പോയതിന് ശേഷം വീണ്ടും വെച്ച് എന്നാലും അങ്ങനെ പറഞ്ഞു. നമ്മൾ കുറച്ച് നടന്ന് ചെന്ന് നോക്കിയപ്പോൾ ആ ലോഞ്ച് പൂർണ്ണമായിട്ടും അവിടെ സജ്ജമാണ്. അവിടെ വെൽ എക്വിപ്ഡ് ആയിട്ടൊരു ലോഞ്ച് അവിടെ ഉണ്ട്. നേരെ മറിച്ച് ഇത് കെട്ടിപ്പോയിരുന്നെങ്കിലോ എന്തുകൊണ്ടാണ് ഓട്ടോക്കാരനെ അവിടെ കൊണ്ടുകൊടുത്താൽ നമുക്ക് ചെറിയ അവനും കമ്മീഷൻ കിട്ടും. ഈ സഹായത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. എപ്പോഴും ശരിയാവണമെന്നില്ല, തെറ്റുകളൊക്കെ സംഭവിക്കുക, അത് നമ്മൾ ചെയ്യുക, ഓക്കെ. എന്നാലും നമുക്ക് അവിടെ പോയി നോക്കാൻ തോന്നിയല്ലോ, അതുള്ളത് കൊണ്ടാണ്, അതങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടാണ് അതവിടെ പോയി നോക്കിയതെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ സാറ് പറയും. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഡ്രോബാക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറ്റകൃത്യങ്ങളും കുറേ ഉണ്ട്, ഫേക്ക് ന്യൂസുകളും ഉണ്ടാവും, ഒരുപാട് തെറ്റായിട്ടുള്ള വിവരങ്ങൾ.
തന്നെ മിസ്ഇൻഫർമേഷൻസുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും കോപ്പിറൈറ്റ് ലംഘനങ്ങളൊക്കെ വരിക, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരുമ്പം ചിലപ്പോൾ അത് കോപ്പിറൈറ്റുള്ള ഇഷ്യൂ അതെടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ലംഘനം ഉണ്ടാകാം. അതൊക്കെ ചിലപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം ഒക്കെ ഉണ്ടാകാം. അപ്പോൾ എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് മനുഷ്യനൊന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കേരള വിദ്യാസംഘത്തിന് പ്രധാനപ്പെട്ടത് വേണ്ട ഒരു കാര്യം ഒരു ഡിജിറ്റൽ ടീമാണ് വേണ്ടത്. ഒരു ഡിജിറ്റൽ ടീം, ഒരു സോഷ്യൽ മീഡിയ ടീം എന്ന് പറയുന്നത്. അതിനകത്ത് അതെന്താണ്, ഒരു കണ്ടൻറ്റ് പ്ലാനർ വേണം. കണ്ടൻറ്റ് പ്ലാനർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റ് എന്ത് പറയണം എന്നുദ്ദേശിക്കുന്ന ഒരു കണ്ടൻറ്റ് ഒരാൾ രൂപീകരിക്കണം. പിന്നെ കണ്ടൻറ്റ് ക്രിയേറ്റ്, അത് എങ്ങനെ അവതരിപ്പിക്കണം, അതിനകത്തുള്ള ഉള്ളടക്കം എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കും. പിന്നെ അതിൻ്റെ ഡിസൈനിങ്, വീഡിയോ, ഇത് പുറത്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണം. വീഡിയോ കണ്ടൻ്റ് ആണെങ്കിൽ ഇങ്ങനെ, പോസ്റ്റർ ആണെങ്കിൽ അത് അട്രാക്റ്റീവായിട്ട് എങ്ങനെയാണ് ഒരു പരിപാടിയുടെ പോസ്റ്റർ കൃത്യമായിട്ടെന്നുള്ളത് അതിനൊരു എഡിറ്റർ വേണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുമ്പം അതിനകത്തൊരു അഡ്മിൻ വേണം. എവിടെ എപ്പോൾ എങ്ങനെ ബസ് ചെയ്യാം. നേരത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ നമുക്ക് കിട്ടിയില്ലേ, ഒരു ആൾക്കാർ എപ്പോഴാണ് എൻഗേജ്ഡ് ആവുന്നത്, ഏത് സമയത്താണ് എൻഗേജ്ഡ് ആവുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡാറ്റ അനലിസ്റ്റ് ഉണ്ട്. ഇത് ചെയ്തതിന് ശേഷം എത്ര പേര് ലൈക്ക് ചെയ്തു, എത്ര പേര് അത് ഷെയർ ചെയ്തു, എത്ര പേര് കമൻറ്റ് ചെയ്തു ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമുള്ള കാര്യമാണ്, ഈ എല്ലാ സോഷ്യൽ മീഡിയകളും വർക്ക് ചെയ്യുന്നത് അൽഗോരിതം ബേസിലാണ്. അറിയാമോ അൽഗോരിതം എന്താണ്? അത് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, എത്ര പേര് അത് ലൈക്ക് ചെയ്യുന്നു, എത്ര പേര് ഷെയർ ചെയ്യുന്നു, അതിൽ എത്ര പേര് കമൻ്റ് ഇടുന്നു എന്നനുസരിച്ച് ആ പോസ്റ്റ് എൻഗേജ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് ആ സാധനം ഈ സോഷ്യൽ മീഡിയയുടെ തന്നെ അവിടെ എത്തിക്കുക, അല്ലെങ്കിൽ അൽഗോരിതം അവിടെ എത്തിക്കുകയാണ് ചെയ്യണത്. അത് നമ്മൾ കൃത്യമായിരിക്കണം. നിങ്ങളൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ലിങ്ക്, യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ പരമാവധി ഒരു 5 പേര് കാണും. ആ ഒരു സാധനം 5 പേരിലോ അല്ലെങ്കിൽ 10 പേരിൽ കൂടുതൽ റീച്ച് ആകില്ല. നേരെ മറിച്ച് നിങ്ങളൊരു പോസ്റ്റ് മാത്രം ഇട്ടിട്ട് ഇതിൻ്റെ വീഡിയോ ലിങ്ക് കമൻറ്റിലെന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ ലിങ്ക് ഇന്ന യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലെത്തും. എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് അങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് യൂട്യൂബിലെ വീഡിയോ ലിങ്ക് പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്തായിരിക്കും അവരുടെ എന്തായിരിക്കും? ഇല്ല, യൂട്യൂബിലെ വീഡിയോയിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? യൂട്യൂബിലേക്ക് പോകും. ഫേസ്ബുക്കിൽ നിന്ന് മാറി യൂട്യൂബിലേക്ക് പോയോ? ഫേസ്ബുക്കിൻ്റെ വരുമാനം കുറഞ്ഞോ? ഫേസ്ബുക്കിലെ വീഡിയോ കണ്ട് അതിലകത്ത് പരസ്യം വന്നാലല്ലേ ഫേസ്ബുക്കിന് പൈസ ഇടുള്ളൂ. അതുകൊണ്ട് അതൊരു പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടുമ്പം, ലിങ്കുകളൊക്കെ ഇടുമ്പം നമ്മൾ വെറുതെ അതിനകത്ത് എടുത്താൽ നമുക്ക് കണ്ടിട്ട് അടിപൊളി എന്നൊക്കെ ഇരിക്കാന്നുള്ള ഒരു മനുഷ്യൻ കാണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അവസാനം പറയുന്നത് ഒരു ഡിജിറ്റൽ ഉത്തരവാദിത്തമുള്ളൊരു ഡിജിറ്റൽ പൗരനാകണം. നമുക്കൊരു ഉത്തരവാദിത്തം, ഇതൊക്കെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ പോകുന്ന ഒരു ആളിന് ഒരു പൗരബോധം വേണം. എന്താണ് ഡിജിറ്റൽ പൗരബോധം വേണം. മനസ്സിലായില്ലേ? ഒരു സാങ്കേതിക വിദ്യ നമ്മെ നിയന്ത്രിക്കണമല്ല, നാം സാങ്കേതിക വിദ്യയെ ഉത്തരവാദിത്തത്തോടുകൂടി ഉപയോഗിക്കണമാണ്. നമ്മളെ നിയന്ത്രിക്കാൻ നിന്നാൽ തീർന്നു സംഭവം, പിന്നെ നമ്മൾ കാര്യമില്ല. സുരക്ഷിതമായി ഉപയോഗിക്കുക, ശരിയായിട്ട് വിവരം പങ്കിടുക, സ്വകാര്യത സംരക്ഷിക്കുക. പ്രധാനം, ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പാടില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കണം. സോഷ്യൽ മീഡിയയിലൊന്നും കാണാത്തൊരു സാധനമാണ്. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ബഹുമാനിക്കാത്തത്? ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെച്ചല്ല വരുന്നത്. ഞാനൊരു ഫേക്ക് ഐഡൻറ്റിറ്റി ആയിട്ടില്ല പറഞ്ഞു, എന്ത് തെറിയും പറയാം, എവിടെയും പറയാം. അപ്പോഴാണ് സാറിനെ പോലെയുള്ള സൈബർ ആൾക്കാർക്ക് പണി വരുന്നതാണ്. എന്തും പറയാം. അപ്പോൾ പിന്നെ അതിൻ്റെ IP അഡ്രസ്സും കണ്ടുപിടിച്ച് അവരെ പിറകിൽ പോകണം. പിന്നെ ഡിജിറ്റൽ യുഗം വലിയ അവസരങ്ങളോടൊപ്പം ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സാങ്കേതികവിദ്യയെ ഭയപ്പെടേണ്ടതല്ല, മനസ്സിലാക്കി സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഒരു സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ആശയമാണ്. സോഷ്യൽ മീഡിയ ആ ആശയത്തിന് വ്യാപ്തി നൽകും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഓഡിയൻസിലേക്ക് അത് പോകുന്നു. ആ ആശയത്തെ വേഗത്തിലും കാര്യക്ഷമമായും അവതരിപ്പിക്കാൻ സാധിക്കും. ശക്തമായ ആശയം പ്ലസ് നല്ല കണ്ടൻറ്റ് പ്ലസ് സ്ഥിരമായിട്ട് ഇടണം കേട്ടോ. നിങ്ങൾ ഇന്നിട്ടിട്ട് 2 മാസം കഴിഞ്ഞ് അടുത്തൊരു പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് മൈൻഡില്ല. പ്ലസ് അതിൻ്റെ കൂടെ പ്ലസ് സോഷ്യൽ മീഡിയ, സംഘടനയുടെ വളർച്ച. ഇത്രയാണ്. താങ്ക് യു. അടുത്ത വളരെ പ്രയോജനം. സംസ്ഥാന കമ്മിറ്റിയിലൊരു വർക്ക്ഷോപ്പ് വയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം അതായത് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ സെഷൻ വളരെ എളുപ്പമാണ്. അത് പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അടുത്തത് ഇവിടെ നടന്ന എല്ലാ ക്ലാസ്സുകളിലും ഇത് സംബന്ധിച്ച് ഇപ്പം നമ്മുടെ യുക്തിവാദികളുടെ കടമകളെക്കുറിച്ച് പറയുമ്പോഴും അതിലും ഇത് നേരിട്ട് ബന്ധമുള്ളതാണ്. ഈ സയൻറ്റിഫിക് ടെമ്പറിനുള്ള ക്ലാസ് പറയുമ്പോഴും എങ്ങനെയാണ് സയൻറ്റിഫിക് ടെമ്പർ ആളെ എത്തിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ചലഞ്ചാണ്.
ഇപ്പം ചരിത്രം പറഞ്ഞപ്പം കാൽനട ജാഥയുടെ കാര്യം പറഞ്ഞു. അപ്പം ആ കാൽനട ജാഥ വേണ്ടെന്നല്ല, അതും വേണം. പക്ഷേ ഇന്ന് ഈ ഒരു വലിയ വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഈ വേളയിൽ അതിനൊപ്പം നമുക്ക് നിൽക്കാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം തൊട്ടടുത്ത് നടന്ന CJP സമരവും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാനും അത് വിജയിപ്പിക്കാനും കഴിഞ്ഞത് എന്നത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ശക്തിയാണ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ കഴിയുക, കമ്മ്യൂണിറ്റി മൊബിലൈസേഷനും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഏറ്റവും അടുത്ത ദൃഷ്ടാന്തമാണ് അതെല്ലാം. ഇപ്പോൾ അതേസമയം നിങ്ങൾക്കറിയാം, ഇപ്പം നിലവിലെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും സജീവമായി ഏറ്റവും പ്രയോജനപ്രദമായി ഉപയോഗിച്ചുകൊണ്ടാണ്. അവർക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട ഒരു വലിയ വിങ് തന്നെയുണ്ട്. ഒരുപക്ഷെ സർക്കാരിനുള്ളതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫാക്ടറി സെറ്റപ്പ് വരെ അവർക്ക് ഗുജറാത്തിലുണ്ട്. നമ്മളൊരു ഫാക്ടറി വിട്ട് പോകുന്നത് പോലെ ഇറങ്ങിപ്പോകുന്ന ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു പോസ്റ്റ് വന്നാൽ അത് വളരെ വേഗം പ്രചരിപ്പിക്കുന്നത് കാണാം. നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് വന്നടിയുന്നത് കാണാം. ഗവൺമെൻറ്റിനെ ആരെങ്കിലും ഒന്ന് വിമർശിച്ച് നോക്കൂ, ആ വിമർശിക്കുന്ന ആളിനെ തരിപ്പണമാക്കിക്കൊണ്ടുള്ള നൂറുകണക്കിന്, അത് യാതൊരു എത്തിക്സുമില്ല, യാതൊരു മര്യാദയും ഇല്ലാത്ത തരത്തിൽ ആക്രമിക്കുന്ന കാണാം. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടതാണ്. ശബരിമല സമരമായിട്ട് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് നമ്മളൊക്കെ ഇട്ട പോസ്റ്റിൽ തന്നു വിളിച്ച തെറി കണക്കാക്കിയാൽ ഇവിടുത്തെ ഒരു ഡിക്ഷണറി ഇല്ലാത്ത തെറി വന്നിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞത് അവരത്ര സജീവമായ ഇടപെടൽ നടത്തുന്നവരാണ് എന്നതുകൊണ്ടാണ്. അതേസമയം നമ്മൾ വളരെ സ്ലഗ്ഗിഷാണ്. നമ്മൾ ഒച്ചഴിയുന്ന വേഗത്തിലാണ് നമ്മളെ ആളുകൾ ഈ കാര്യം കയറുന്നത്. നമ്മളെ ആളുകൾ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം, നമ്മളെ ആളുകൾ ഇടുന്ന ഈ പിന്നെ സയൻറ്റിഫിക് ടെമ്പറായാലും യുക്തിവാദപരമായാലും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്ന പോസ്റ്റായാലും മാക്സിമം ഒരു ലൈക്ക് അടിച്ച് നിർത്തുന്നതല്ലാതെ അത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാൻ നമ്മളെ ആളുകൾ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ അനുഭവം. അപ്പോൾ ഇത് ആശയപ്രകടനം താല്പര്യമുള്ളവർ അത് സജീവമായി ഇടപെടാൻ അത് സോഷ്യൽ മീഡിയ പലതരത്തിലുള്ള, ഇപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, റീൽസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അതിലെ ഇടപെടൽ നമ്മുടെ പരിമിതമാണ്. അത് കഴിഞ്ഞാലോ ഇപ്പോൾ AI സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഒരു 50-ലധികം AI ടൂൾസ് ഉണ്ട്. നമുക്ക് കുറച്ച് പേർക്ക് ചാറ്റ് GPT-യും ജെമിനിയും ഒക്കെ മാത്രമേ നമുക്ക് അറിവുള്ളൂ. അത് 50-ലധികം AI ടൂൾസ് പ്രയോജനത്തിലുണ്ട്. അപ്പോൾ ഈ AI ടൂൾസിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്ററുകളും ലേഖനങ്ങളും രീതികളും പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും വേണം. നിങ്ങൾക്കറിയാം, ഇവിടെ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ കാര്യം പറഞ്ഞു, ഈ കള്ളത്തരങ്ങളെക്കുറിച്ചും കൂടെ പറഞ്ഞു. പലതരം കള്ളത്തരങ്ങളെക്കുറിച്ചും ഇവിടെ ക്ലാസ് എടുത്തു. കള്ളത്തരങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായി പ്രചരിപ്പിക്കാമെന്നതിലാണ് അവർ ഗവേഷണം നടത്തുന്നത്. ഇപ്പം ആഡംസ് ബ്രിഡ്ജ്, അത് രാമസേതു എന്ന് പറഞ്ഞ കാര്യം രാമൻ കെട്ടിയതാണെന്ന് പറയും, അതിൻ്റെ കള്ള ഫോട്ടോകൾ മീഡിയയെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി നമുക്കുണ്ട്. മുങ്ങിയ ദ്വാരകയുണ്ട്. ദ്വാരകയുടെ പടവും കൊട്ടാരവും ഒക്കെ നമുക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. ഇതെടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത് ഇതുണ്ട്, നിങ്ങൾ പറയുന്ന കള്ളമാണ് എന്ന്. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഈ ഡീപ്പ് ഫേക്കിലൂടെയൊക്കെ തന്നെ പ്രചരിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ നമ്മളിനി പഴയ കാലത്ത് പോലെ 100 പുസ്തകങ്ങൾ പരതിയിരുന്ന് എടുക്കാൻ പറ്റില്ല. AI ടൂൾസിനെ സമഗ്രമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കള്ളത്തരങ്ങളെ നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയണം.